ഹലോ. അപ്പം നമുക്ക് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എൻ്റെ വീട്ടിലാണെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ താമസിച്ചാണ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. അങ്ങനെ എഴുന്നേറ്റ പാടെ പോയി പല്ലൊക്കെ തേച്ച് വന്ന് സമാധാനത്തോടെ ചൂടോടെ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ പതിയെ ഇരുന്നപ്പോഴത്തേക്കും ട്രെയിൻ പോകുന്നുണ്ടായിരുന്നു. നമുക്ക് വീടിൻ്റെ വാതിൽക്കൽ തന്നെ ഇവിടെ റെയിൽവേ ട്രാക്കാണ്. അപ്പം ഞാൻ ഓർത്തെങ്കിൽ പിന്നെ ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ വീഡിയോ ഒക്കെ പിടിച്ചപ്പോഴത്തേക്കും എന്താ അമ്മ തൂക്കാനായിട്ട് ചൂലുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് പിന്നെ അമ്മയുടെ കൂടെ കുറച്ച് നേരം ഇരിക്കാമെന്ന് പറഞ്ഞ് ഞാൻ പുറത്തോട്ട് അങ്ങോട്ട് നീങ്ങിയിരുന്ന് അമ്മയുടെ കൂടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് സംസാരിച്ചപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു, നമുക്ക് രാവിലെ ഇടിയപ്പം ഉണ്ടാക്കാം, തേങ്ങ ഒന്ന് ചിരണ്ടി വെക്കാൻ പറഞ്ഞു. ഞാൻ പറയാം ശരിയെന്നും പറഞ്ഞിട്ട് ഞാൻ അകത്തോട്ട് കയറി തേങ്ങ ചിരണ്ടാനായിട്ട് എടുത്തു. തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചു. അപ്പോഴേക്കും അമ്മ വന്ന് ഇടിയപ്പത്തിൻ്റെ മാവൊക്കെ കുഴച്ച് സെറ്റാക്കി നല്ല അടിപൊളിയായിട്ട് മയത്തിലിങ്ങനെ കുഴച്ച് വെച്ചു. അപ്പം ഞാൻ പറയാം എങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് കറക്കി. പക്ഷേ എനിക്ക് കുറച്ച് പാടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞ സമയം വെറുതെ എന്തിനാണ് കളയുന്നത്, അമ്മയ്ക്ക് ജോലിക്ക് പോകേണ്ടതാണ്. അപ്പോൾ അമ്മ എൻ്റെ ഇത് വാങ്ങിച്ച് അമ്മ തന്നെ അത് ചെയ്തു. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ഞാൻ എപ്പോൾ ഇതാക്കിയാലും ഇടിയപ്പം ഉണ്ടാക്കിയാലും എനിക്ക് നന്നായിട്ട് കിട്ടത്തില്ല. ഭയങ്കര കട്ടിയായിട്ടായിരിക്കും, കഴിക്കാനേ തോന്നത്തില്ല. വല്ലവരും എറിയുവാണെങ്കിൽ അതുകൊണ്ട് നല്ല വേദനയായിരിക്കും. അതുപോലെ കട്ടിക്കാണ് ഞാൻ ഉണ്ടാക്കുന്ന ഇടിയപ്പം വരുന്നത്. പക്ഷേ ഇത് നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ തലേ ദിവസത്തെ ബീഫ് കറി ഉണ്ടായിരുന്നു. ബീഫ് കറിയും ഇടിയപ്പവും കൂടി കഴിച്ച് നല്ലൊരു സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിച്ചപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു അമ്മ തുണി കഴുകാനായിട്ട് പോവാമെന്ന് പറഞ്ഞു. ഞാൻ വിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അമ്മ തുണിയൊക്കെ കഴുകിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്ന് തുണി വിരിക്കാനൊക്കെ ആയിട്ട് ചെന്നു. തുണിയൊക്കെ വിരിച്ച് കഴിഞ്ഞു. അങ്ങനെ തുണിയൊക്കെ വിരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു എങ്കിൽ പോയി കുളിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. തുണിയൊക്കെ വിരിച്ചു കുളിക്കാനായിട്ട് കയറി. കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചുമ്മാ ഒരു വീഡിയോ എടുത്തതാണ്. ചുമ്മാ ഒരു പട്ടി ഷോ ആണ്. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നിന്നപ്പോഴത്തേക്കും അമ്മ എന്നോട് പറഞ്ഞു അമ്മയൊന്ന് പിന്നെ ബസ് സ്റ്റോപ്പ് വരെ ഒന്ന് കൊണ്ടുവിടണമെന്ന് പറഞ്ഞു വണ്ടിയിൽ. അമ്മയ്ക്ക് കാലിന് ചെറിയൊരു നടക്കുമ്പോൾ വേദനയുണ്ട്, അതുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ തക്കു പറഞ്ഞു അമ്മ പോവണ്ട അമ്മ, ഞങ്ങൾ ഒറ്റയ്ക്കല്ലേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു എങ്കിൽ ഒരു കാര്യം ചെയ്യും മോനെ, വൈകിട്ട് അമ്മ നേരത്തെ വരാം. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അമ്മേനെ കൊണ്ട് ബസ് സ്റ്റോപ്പിലാക്കി. തിരിച്ചു വന്നപ്പോൾ ഭയങ്കര ദാഹം, വെയിലായിരുന്നു. അങ്ങനെ ഒരു ഫിസ് വാങ്ങിച്ചു, തക്കൊരു ഫ്രൂട്ടിയും വാങ്ങിച്ചു. അത് കഴിഞ്ഞൊരു പാൽപ്പൊടിയും വാങ്ങിച്ചു. എനിക്ക് പാൽപ്പൊടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, വെറുതെ കഴിക്കാൻ. പാലായിട്ട് ഇങ്ങനെ ഇതാക്കാനല്ല, വെറുതെ കഴിക്കാനായിട്ട്. കൊച്ചായിരുന്നപ്പോൾ തൊട്ട് എപ്പോഴും കഴിക്കും, ഇപ്പോഴും കഴിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 1:30 ആയപ്പോഴത്തേക്കും ചോറ് കഴിച്ചു. നല്ല സൂപ്പറായിരുന്നു. എല്ലാം തലേദിവസത്തെ കറിയാണ്. അതൊക്കെ ചൂടാക്കിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം കറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. മീൻ കറിയും മോരും ബീഫ് കറിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ചു. തക്കൂനും കൊടുത്തു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും TV കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും തക്കുവും കൂടി കുറച്ച് നേരം TV കാണാനൊക്കെ ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. TV ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര മടുപ്പായിരുന്നു കേട്ടോ. ഉറക്കം വരുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നേരമൊക്കെ അവിടെ ഇരുന്നു. സിനിമയൊക്കെ മാറിയൊക്കെ നോക്കിയിട്ടൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കുറേ നേരമൊക്കെ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കൂട്ടുകാരുടെ വീട്ടിലോട്ടൊന്ന് പോകാമെന്ന് വെച്ചു. അവൾ പ്രഗ്നൻ്റ് ആണ്. ഞങ്ങൾ നേരിട്ട് കണ്ടിട്ട് കുറച്ചായി. അങ്ങനെ ഞാനും തക്കും കൂടെ അങ്ങോട്ട് പോവുമായിരുന്നു. ഞാൻ പണ്ട് എൻ്റെ കല്യാണമായിരുന്നു ആദ്യം കഴിഞ്ഞത്. കാരണം എൻ്റെ കല്യാണം 18 വയസ്സിലായിരുന്നു. എനിക്കതുകൊണ്ട് ഭയങ്കരമായിട്ട് ഞാൻ അവരുമായിട്ട് എപ്പോഴും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഞാനും ശ്രുതിയും സ്വാതിയും ഞങ്ങൾ 3 പേരുമായിരുന്നു. ഭയങ്കര കൂട്ടായിരുന്നു. എപ്പോഴും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അമ്പലത്തിൽ പോകാനാണേലും ഒരു കല്യാണത്തിന് പോകാനാണല്ലോ അല്ലെങ്കിൽ ഒരുമിച്ചിരിക്കാനാണേലും എപ്പോഴും സമയം ഉണ്ടായിരുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് അവരുടെ കൂടെ ഇരിക്കാനും എടുക്കാനും ഒക്കെ ആയിരുന്നു ഇഷ്ടം. ഞാൻ എപ്പോഴും ഓടി വരുമ്പോൾ അവരിവിടെയാണ്, ഞാൻ അല്ലെങ്കിൽ അവരുടെ വീട്ടിലാണ്. അങ്ങനെയായിരുന്നു. ഇപ്പോൾ ശരിക്കും വിഷമമാണ് കേട്ടോ. വല്ലപ്പോഴൊക്കെ കാണുന്നത്. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അവൾ ആദ്യം അങ്ങോട്ടൊന്ന് മാറി. അങ്ങനെ എന്നെ കണ്ടപ്പോഴത്തേക്കും അവൾക്ക് സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു കേട്ടോ. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും സമയമില്ലായിരുന്നു. പിന്നെ അല്ലറച്ചില്ലാതെ കുറച്ചൊക്കെ അവിടെ വെച്ച് എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.